ഇത് തണ്ണിമത്തൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ. ഈ ജ്യൂസ് കുടിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലിംഗ് ആവും, അതേപോലെ തന്നെ ദാഹവും മാറും. ഈ ചൂടുകാലത്ത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഹായ്, അമല സ്വാവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പകുതി തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനും വേണ്ട, ഞാൻ ആ ഫിംഗർ വെച്ചിട്ടുള്ള അതുവരെ മാത്രം മതി നമുക്ക്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ള ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് എടുക്കാം. അപ്പോൾ അത്രമാത്രം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജ്യൂസ് നിങ്ങൾ തണ്ണിമത്തൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു തണ്ണിമത്തൻ വെറൈറ്റി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഞാൻ ദേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഒരു പീസേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് കുടിച്ചാൽ തന്നെ നല്ലോണം വയറ് ഫില്ലാവും. നമ്മൾ ജ്യൂസ് അടിച്ച വഴിക്ക് കുടിക്കുകയാണ്, നമ്മൾ ഫ്രിഡ്ജിൽ അത് സ്റ്റോക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അധികം ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതാക്കി നമുക്ക് എത്ര കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കനം കുറച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടെ ആ ഒരു റെസിപ്പി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കിതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് ഇടാം. ഇനി ആവശ്യമുള്ളത് ഇതേ ചെറുനാരങ്ങയാണ് കേട്ടോ, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇതിട്ടാൽ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്കിതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ ഒരു ഇപ്പം ആ ഫുള്ള് തണ്ണിമത്തൻ പകുതി എടുത്ത് നേരത്തെ കാണിച്ചു തന്നാൽ അത്രയും എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് ഇടാം. പക്ഷെ അതിൻ്റെയും പകുതിയല്ല, അതുകൊണ്ട് ഞാൻ പകുതി ഇടുന്നുള്ളൂ. പിന്നെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുളിപ്പ് വരും. അപ്പോൾ അതിൻ്റെ പകുതി മാത്രം മതി. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്ത് ഒഴിക്കാം. നമ്മൾ വലിയ തണ്ണിമത്തനൊക്കെ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനോടൊപ്പം ആവശ്യത്തിന് മധുരമാണ്. അപ്പം നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ ഈ ചെറുനാരങ്ങ ഇടുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പുളിപ്പ് വരും, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലാവും കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഭക്ഷണമൊന്നും കാര്യമായിട്ട് ആരും കഴിക്കുന്നില്ല. ഈ ജ്യൂസൊക്കെ കുടിച്ച് വയറ് ഫില്ലാക്കുകയാണ്. അപ്പോൾ ഇത് അതിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ചോറും അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ വെള്ളവും കുടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ക്ഷീണം വരില്ല, അല്ലെങ്കിൽ ഈ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്നു പോകും. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന പോലെ ദാഹിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാം. അതേപോലെ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ വെള്ളം രൂപത്തിലുള്ള ജ്യൂസോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് പറ്റിയ ഒന്നാണ് തണ്ണിമത്തൻ. ഇതിൽ ഏറ്റവും കൂടുതൽ 100% വെള്ളമുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. അപ്പം ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തവണ ഇട്ടിട്ട് അടിക്കരുത്, ഒരൊറ്റ കറക്കം. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിടാൻ പറഞ്ഞത്, കണ്ടോ. അപ്പോൾ പഞ്ചസാരയും തണ്ണിമത്തനൊക്കെ അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുക തണ്ണിമത്തൻ്റെ കുരുവൊക്കെ പൊടിഞ്ഞു പോലെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നു, ഒന്നുമില്ല കേട്ടോ. കുരു ഒക്കെ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ടിട്ട് വീണ്ടും വീണ്ടും ഓഫ് ചെയ്ത് ഓണാക്കി ഒന്നും ക്രഷ് ചെയ്യണ്ട. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലാവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ കടിക്കാനുള്ള ഒരു തരിയും കൂടെ കിട്ടും കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിലിപ്പോൾ ചെറുതായിട്ട് കടിക്കുന്ന ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരു ഒക്കെ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള തോല് ഇങ്ങനെ ചെറുതായിട്ട് ചിണങ്ങി പോവാന്നല്ലാതെ അത് കട്ടായിട്ട് ഒന്നും വരില്ല. അതായത് പൊടിഞ്ഞു പോവുക, കൊറ്റൻ വരുമോ, ചണ്ടി വരുമോ, അങ്ങനെയൊന്നും വരില്ല. സുഖമായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കുടിക്കാം. അതുകൊണ്ടാണ് ഇതിൽ തരിയുള്ളത് കൊണ്ടാണ് നമ്മളുടെ വിശപ്പും കൂടെ മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരു കട്ടിയുണ്ട്, നല്ല കൊഴുപ്പുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചിട്ടുള്ളത്. ദേ കണ്ടോ, കുരു അങ്ങനെ തന്നെ കിടക്കുന്നത്. അതിൻ്റെ മുകളിലൊരു തോല് ജസ്റ്റ് ഒന്ന് ചെത്തിപ്പോയി എന്നല്ലാണ്ട് അത് നുറുങ്ങി പോവുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ തണ്ണിമത്തന് കുരുവും കുറവാണ്. അപ്പോൾ നമ്മളതേ ജ്യൂസിൽ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ തരികൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇളക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ നല്ല കൊഴുപ്പുള്ള നല്ല കട്ടിയുള്ള ജ്യൂസാണ്, വെള്ളം ചേർക്കാതെ തന്നെ അടിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുക. അപ്പോൾ ഈ തണ്ണിമത്തനിൽ ചെറുനാരങ്ങ ഒഴിച്ചിട്ടുള്ള ജ്യൂസ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് അടിച്ച് കുടിച്ചു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി തണ്ണിമത്തൻ ജ്യൂസാണ്. അപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ദേ അടിച്ച വഴിക്ക് ഒരാൾ എടുത്തിട്ട് പോയി. അപ്പോൾ നമുക്ക് അടുത്ത ഗ്ലാസ്സിലും കൂടെ ഒന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള കറക്റ്റ് അളവാണ് കേട്ടോ അത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ അടിച്ചപ്പോൾ ഇച്ചിരി കൂടുതലായി, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് ബാക്കി വന്നിട്ട് നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് എടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അടിച്ചു കുടിക്കുകയാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് 3 ആൾക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല. വയറും നിറയും, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്തി നോക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ മധുരം ഇച്ചിരി കുറവായിരുന്നു തണ്ണിമത്തന്, അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ് പഞ്ചസാര. മധുരം കുറവാകുമ്പോൾ ചെറുനാരങ്ങയും കൂടെ ഒഴിക്കുമ്പോൾ പുളിപ്പ് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത്. അപ്പോൾ നല്ല മധുരമുള്ള തണ്ണിമത്തനൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി തണ്ണിമത്തൻ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഈ ചൂടുകാലത്തെ എല്ലാവരുടെ ശരീരത്തിലും വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ വെയിൽ അടിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. കുട്ടികളൊക്കെ ഈ വെയിലത്ത് കളിച്ച് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ജ്യൂസാണ്. ഇതാവുമ്പോൾ അവർക്ക് വയറും നിറയും. അതുപോലെ തന്നെ പ്രായമായവരൊക്കെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ളവരായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ പഞ്ചസാര ഇടാതെ തന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ആരും ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കുന്നില്ല, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വയറ് ഫില്ലാവുന്ന ഒരു ജ്യൂസാണ്. അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.